എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പപ്പട ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങ കിട്ടി, പിന്നെ പപ്പടം, നാളികേരം, പിന്നെ അതിലേക്ക് നമുക്ക് ഉണക്കമുളക്, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ആവശ്യമുണ്ട്. പിന്നെ കറിവേപ്പില ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ, ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് പപ്പടം വറുത്തെടുക്കാം. പപ്പടം വറുത്തെടുത്ത് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് ഉണക്കമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ബാക്കി നേരത്തെ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചമ്മന്തി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഞാനുണ്ടല്ലോ നാളികേരം ചിരകിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ നാളികേരമൊക്കെ അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത്. മാങ്ങ ഞാൻ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നാളികേരം ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തതിന് ശേഷം നമ്മളിത് ശരിക്കും അരച്ചെടുക്കും. അപ്പോൾ നാളികേരമൊക്കെ ഞാൻ ചതച്ചെടുത്ത് അതിലേക്ക് പിന്നെ മാങ്ങയും പപ്പടവും ഒഴികെ ബാക്കിയെല്ലാം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊക്കെ ഒന്ന് അരച്ചെടുത്തു. ഇതിലേക്ക് മാങ്ങാക്കൂട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. മാങ്ങ നേരത്തെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ നാളികേരവും ബാക്കി സാധനങ്ങളൊന്നും അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ലാസ്റ്റായിട്ട് പപ്പടം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടല്ലോ, അത് ഞാനിതിലേക്ക് ഒരു 3 പപ്പടം ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചത് മിക്സാക്കി എടുക്കുകയാണ്. ഇതിങ്ങനെയാണ് നമ്മുടെ പപ്പട ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ മാങ്ങ ഇല്ല എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട, പുളി ചേർത്താലും മതി. നമ്മുടെ വാളൻ പുളി ഉണ്ടല്ലോ, അത്യാവശ്യം പുളിയൊക്കെ ഉള്ള ആ പുളി ഒരു പാകത്തിനെടുത്തിട്ട് ഇതുപോലെ തന്നെ മാങ്ങയ്ക്ക് പകരം പുളി ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പപ്പട ചമ്മന്തി റെഡിയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്